ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എണീറ്റ് വന്ന പാടെ പല്ലൊക്കെ തേക്കാണ്. ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റ് കേട്ടോ. കുറച്ച് നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു 4:30 ആയപ്പം എണീറ്റ് കിടക്കുന്നതാണ്. എണീറ്റിങ് പോരാൻ എൻ്റെ മനസ്സനുവദിച്ചില്ല കേട്ടോ. പൊതച്ച് മൂടി കണ്ണും തുറന്ന് കിടന്നു. വേറെ ഒന്നുമല്ല, കുഞ്ഞാപ്പി ഇന്നലെ സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒറ്റ ഉറക്കമായിരുന്നു. അത്താഴം പോലും കഴിക്കാതെ ആളങ്ങ് കിടന്നുറങ്ങി. പിന്നെ ഒരു 4 മണിയായപ്പോൾ പതുക്കെ അങ്ങ് കണ്ണ് തുറന്നു. പിന്നെ അങ്ങ് തുടങ്ങിയില്ലേ അംഗം ഉറങ്ങാൻ ഒട്ടും സമ്മതിക്കുന്നില്ലായിരുന്നു കേട്ടോ. എൻ്റെ മുടിയൊക്കെ പിടിച്ച് വലിക്കുന്നു, എന്നോട് എന്തൊക്കെയോ പറയുന്നു. ആദ്യം പറഞ്ഞതൊക്കെ എന്താണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല, കാരണം ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഒരു 5:00 ആകുമ്പോൾ എന്തായാലും എണീക്കണം, ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട്. എന്നാലും 4 മണിക്കേ എണീക്കാന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടമായിരുന്നു. പ്രത്യേകിച്ച് നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെയും കുഞ്ഞിനോട് പറഞ്ഞു, കുറച്ചുകൂടെ കഴിയട്ടെ, നേരെയൊക്കെ വെളുക്കുന്നുള്ളൂ, രാത്രി എണീറ്റ് അമ്പുമ്പി വരും, ഇവിടെ വന്ന് കിടന്നോ എന്നൊക്കെ പറഞ്ഞു. ആൾ സമ്മതിക്കുന്നൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഗതി കിട്ടി ഞാൻ 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും പതുക്കെ കണ്ണ് തുറന്നു. പിന്നെ അവനോട് വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും എല്ലാവരും എണീറ്റ്, ഏട്ടയും അബി ഞാനും ഒക്കെ എണീറ്റ് കേട്ടോ. അങ്ങനെ പിന്നെ 4:30 ആയപ്പോഴത്തേക്കിനും ഒരു കട്ടൻ ചായയൊക്കെ ഇട്ടു. പിന്നെ റസ്ക് ഇരിപ്പുണ്ടായിരുന്നേ. റസ്കൊക്കെ കൂട്ടി കുഞ്ഞാപ്പിക്ക് ചായയൊക്കെ കൊടുത്തു. കാരണം ഇന്നലെ അത്താഴം കഴിക്കാതെയാണല്ലോ കിടന്നു. അപ്പോൾ എണീറ്റ് വന്നപ്പോഴത്തേക്കിനും ആൾക്ക് വിശക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചായയൊക്കെ കൊടുത്തു. എന്നാൽ ഞാൻ പറഞ്ഞു, എടാ കുഞ്ഞാപ്പി നമുക്ക് എണീറ്റ് പോകാം, അപ്പായും അബി അവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആൾ സമ്മതിക്കത്തില്ല. ആൾക്ക് TV ഒക്കെ കാണണം എന്ന് പറഞ്ഞിട്ട് പിന്നെ TV ഒക്കെ വെച്ച് മൊത്തം ബഹളമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ ഉറക്കം അങ്ങോട്ട് ശരിയായില്ല. കിടന്നപ്പോഴും താമസിച്ചായിരുന്നു. ഞാൻ നമ്മുടെ എല്ലാ പണിയൊക്കെ കഴിഞ്ഞ് അടിച്ച് വാരി തൂത്ത് തുടച്ചിട്ടൊക്കെ കിടന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു സമയമായിരുന്നു. ശരിക്കും ഉറങ്ങാനും പറ്റിയില്ല. ഇനിയിപ്പോൾ പിള്ളേർ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങാനായിട്ടോ. ഇപ്പോൾ പിന്നെ അങ്ങനെ ഒരു അവസരമുണ്ട്. രണ്ടുപേരും സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെ അന്നേരത്തേക്കിന് അത്യാവശ്യം നമ്മുടെ പണിയൊക്കെ തീരുമല്ലോ. പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടായാലും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഇന്ന് പിള്ളേർ സ്കൂളിൽ പോയിട്ടൊന്ന് കിടന്നുറങ്ങണം വിശാലമായിട്ടെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ പതിപോലെ കഞ്ഞിയൊക്കെ അടുപ്പിലിട്ടു, തിളപ്പിച്ച് റൈസ് കുക്കറിലേക്കൊക്കെ വെക്കുന്നുണ്ട്. അവിതാവുന്ന എണീറ്റ് ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെയും ഒന്ന് കിടന്ന് മയങ്ങാണ് കേട്ടോ. കുറച്ച് നേരം ഇവിടെ കിടന്നോട്ടെ. ഒരു 6:30 ആകുമ്പം എണീപ്പിച്ചാൽ മതി. സത്യം പറഞ്ഞാൽ 6:30 ആകുമ്പോൾ എണീപ്പിച്ചാൽ 6, 7 ആകുമ്പോഴത്തേക്കിനും പല്ല് തേയും ഒക്കെ കഴിഞ്ഞ് വരും. പിന്നെ 7:30 ആകുമ്പോഴത്തേക്കിനും കാപ്പി കുടിക്കും. 7:45 ആകുമ്പോഴത്തേക്കിനും പതുക്കെ കുളിക്കാനൊക്കെ കയറ്റി ഡ്രസ്സൊക്കെ മാറി ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കിനും മതി കേട്ടോ. അപ്പം അതുകൊണ്ട് കുറച്ച് നേരം കൂടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. കുഞ്ഞാപ്പി ഉറങ്ങിക്കിടക്കുമ്പോൾ അബി ഏറ്റിരിക്കുകയാണ്. അബി ശല്യം ചെയ്യാനേ പോകത്തില്ല കേട്ടോ. പക്ഷെ അബി ഉറങ്ങിക്കിടക്കുമ്പോൾ കുഞ്ഞാപ്പിയാണ് എണീറ്റിരിക്കുന്നതെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോയി തോണ്ടും. പിന്നെ അബി ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ചെല്ലും. പിന്നെ ഒന്നും പോരെങ്കിൽ ഒരു പുതപ്പുമായിട്ടങ്ങ് ചെല്ലും കേട്ടോ. പുതപ്പിച്ച് ഉറങ്ങട്ടെ, അബി ചേച്ചി ഉറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞ് പുതപ്പൊക്കെ പുതപ്പിച്ച് കഴിയുമ്പോഴത്തേക്കിനും ആളുടെ ഉറക്കം പോകും. അത് കൂട്ട് പുതപ്പിയിലായിരിക്കും കേട്ടോ. അപ്പം എന്തായാലും 10 മിനിറ്റ് വരെ അബിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും കിള്ളി പോയി അബീനെ പിന്നെ എണീപ്പിച്ചു കേട്ടോ. അപ്പം നേട്ടായിക്ക് ഓട്ടം ഉണ്ട്, കുറച്ച് നേരത്തെ പോകേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അടുപ്പിൽ തീയൊക്കെ പിടിപ്പിച്ച് വെള്ളമൊക്കെ ചൂടാക്കി ആളിതാ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. വെളുപ്പിന് ഏതോ ഒരു ചാനലിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വിസ്മയം സിനിമയൊക്കെ കണ്ട് കുഞ്ഞാപ്പി ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരുടെയും ഉറക്കമൊക്കെ കളഞ്ഞിട്ട് ആളിതാ കണ്ണും നട്ടിരിക്കുകയാണ് കേട്ടോ. ഏട്ടാ എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, പിള്ളേർ താമസം എണീക്കില്ല, അവരെ നേരത്തെ എണീപ്പിക്കാൻ വേണ്ടി പഠിപ്പിക്കണം. അപ്പോൾ അതുകൊണ്ട് നേരത്തെ കിടത്തി ഉറക്കണം എന്നൊക്കെ എന്നോട് വലിയ കാര്യത്തിന് ഉപദേശമാണ്. എന്നാൽ ശരി, അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ച്. പക്ഷേ ഇന്നാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്. നേരത്തെ കിടത്തി ഉറക്കിയാൽ നേരത്തെ എണീറ്റും വരും കേട്ടോ. പിന്നെ മൊത്തം ബഹളമായിരിക്കും. നേരെ മറിച്ച് ഒരു 6:30 ആകുമ്പോഴാണ് എണീറ്റ് വരുന്നതെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ എല്ലാ പണിയും തീർന്നു കഴിയുമ്പോഴാണല്ലോ അവർ എണീറ്റ് വരുന്നത്. നേരത്തെ എണീറ്റ് വന്നാൽ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ആടിപ്പാടിയൊക്കെ നടക്കും, TV ഒക്കെ കണ്ട്. അത് കഴിയുമ്പോഴത്തേക്കിനും അമ്മ എടുക്കണം എന്ന് പറഞ്ഞ് കുഞ്ഞാപ്പിക്കൊരു വരവുണ്ട് കേട്ടോ. പിന്നെ ഭയങ്കര ചിത്താതായിരിക്കും, തോളത്തൊന്നും ഇറങ്ങത്തും കാണത്തില്ല. അങ്ങനെയുള്ള ദിവസങ്ങളും ഉണ്ട്. നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ എന്നും അവർ സമാധാനപരമായ അന്തരീക്ഷമൊന്നും അല്ല കേട്ടോ. ചില ദിവസം ഭയങ്കര വൈലൻ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മളെ വരപ്പിക്കുമെന്ന് പറയാം കേട്ടോ. അപ്പോൾ കുഞ്ഞാപ്പീന് ചായയൊക്കെ കൊടുത്ത് TV ഒക്കെ വെച്ച് കൊടുത്ത് പിന്നെ ഞാൻ അവിടെ ഒരു പായൊക്കെ വിരിച്ച് കുറേ തുണിയൊക്കെ ഇട്ട് ഒന്ന് ചൂടടിച്ച് അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതെല്ലാം സെറ്റപ്പാക്കി കൊടുത്ത് കളിക്കാനായിട്ട് ബുക്കും എൻ്റെ ഒരു പേനയൊക്കെ എടുത്ത് കൊടുത്തിട്ട് വന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്തോ ഭാഗ്യത്തിന് ഞാൻ ഇന്ന് കറി വെക്കാനുള്ളതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചടപടേന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. കടച്ചക്കയാണൊന്ന്, കടച്ചക്ക ഉപ്പും ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മെഴുക്കുരട്ടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, ബീൻസ് മെഴുക്കുരട്ടി. ഞാൻ ഇന്നലെ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. 2 കിലോ പയറാണ് വന്നിരിക്കുന്നത് വീട്ടിലോട്ട്. അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെയെങ്കിലുമൊക്കെ ചിലവാക്കണമല്ലോ. ഒത്തിരി ദിവസം അങ്ങനെ പയർ ഇരിക്കത്തുമില്ല, അഴുകിപ്പോവും. ഫ്രിഡ്ജിൽ വെച്ചാലും കണക്കാണ് കേട്ടോ. ചില സമയത്ത് ഞാൻ മഴയും ഇടിയൊക്കെ ആണെങ്കിൽ ഓർക്കാതെ ചെന്ന് ഓഫാക്കിയിടും. അപ്പോഴത്തേക്കിനും
ഉപ്പിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലിരിക്കും കേട്ടോ പയർ. അപ്പോൾ ഒരു മൊത്തത്തിൽ ഒരു വെള്ളച്ചൊവയൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചായിട്ട് എടുത്ത് പയർ പിടിക്കുരട്ടി തോരന് പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കണം കേട്ടോ. കടച്ചക്ക ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ കൊണ്ടുവന്നതിൻ്റെ ബാക്കി ഇരുന്നാണ്. അപ്പോൾ അത് അതേപടി അരിഞ്ഞപ്പോൾ ഒരുമിച്ച് അരിഞ്ഞിട്ട് കുറച്ചെടുത്ത് ഞാൻ വെച്ചതാണ്. അങ്ങനെ ഇതാ 2 കൂട്ടവും ഓരോ അടുപ്പിൽ ഇങ്ങനെ വെന്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നിപ്പം എന്താണ് കാപ്പിക്ക് ഉണ്ടാക്കണ്ടേ എന്നിങ്ങനെ കുറേ ആലോചിച്ചു. പുട്ടുപൊടി ഇരിപ്പുണ്ട്, റവ ഇരിപ്പുണ്ട്, പിന്നെ റോബസ്റ്റ പഴമൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഉപ്പുമാവും പഴമൊക്കെ ഉണ്ടാക്കാം. എന്നാലും കടച്ചക്ക ഉള്ളതുകൊണ്ട് ഞാൻ ഇച്ചിരി ചോറുണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ പിള്ളേർ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. ഏട്ടായി ഓട്ടം പോയി. അപ്പോൾ പിന്നെ എന്തിനാ കാപ്പി ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാനിന്ന് കാപ്പി ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. പിന്നെ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടല്ലോ. ഇനിയിപ്പോൾ 4 മണിക്ക് സ്കൂൾ വിട്ട് പിള്ളേർ വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. അപ്പം എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഇവിടെ തകൃതിയായിട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ പിന്നെ കടച്ചക്കയിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഇന്നലത്തെക്കാളും കുറച്ചുകൂടെ കിളുന്ത് കടച്ചക്കയായിരുന്നു. അപ്പം വെന്ത് പൊട്ടി വരാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് വെന്ത് വരട്ടെ എന്ന്. എനിക്കിങ്ങനെ കുഴഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ റൈസ് കുക്കറിൽ എടുത്ത് വെച്ച ചോറ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി എടുത്ത് തിളപ്പിച്ചിട്ട് വെക്കുന്നുണ്ട്. ഇത്തവണ കൊണ്ടുവന്ന അരിക്ക് നല്ല വേവുണ്ട്. അപ്പോൾ 2 ട്രിപ്പയിലും അതുപോലെ ഇങ്ങനെ ഇരുന്നാലാണ് വെന്ത് വരുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ മെഴുക്കുരട്ടി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കടച്ചക്ക വെന്ത് ഇനിയിപ്പം മസാലയൊക്കെ ചേർക്കണം. പിന്നെ ഒരു ചമ്മന്തിയും കൂടെ അരയ്ക്കാമെന്ന് വിചാരിച്ച്. ചമ്മന്തി അരയ്ക്കാൻ സത്യം പറഞ്ഞാൽ ഒരു പ്ലാൻ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഫ്രിഡ്ജ് തുറന്ന് വെറുതെ ഒന്ന് നോക്കിയപ്പോഴത്തേക്കിനും അതിനകത്തൊരു തേങ്ങ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫ്രിഡ്ജ് ഓഫ് ആക്കിയിട്ടേക്കായിരുന്നു. അപ്പോൾ ആ തേങ്ങ ഇങ്ങനെ ഇരുന്നിരുന്ന് അതിൻ്റെ ഇങ്ങനെ മണ്ടഭാഗത്ത് ചെറിയ വിഴുക്കൽ പോലെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കത്തി വെച്ച് അതിങ്ങനെ ചിരണ്ടി കളഞ്ഞു. എന്നിട്ടിങ്ങനെ നുറുക്കിയെടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി, ഉണക്കിയെടുത്തില്ല, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തുള്ളൂ. എന്നിട്ട് ഞാൻ ചമ്മന്തിയാക്കി. അതാകുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ചമ്മന്തി ആയതുകൊണ്ട് പുളിയൊക്കെ ഉള്ളതുകൊണ്ട് പിള്ളേരും കഴിച്ചോളും. പിന്നെ ഇനിയിപ്പോൾ കറിക്ക് അരച്ചാലും വേറെ ടേസ്റ്റ് വ്യത്യാസം വന്നാലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ. അങ്ങനെ ചമ്മന്തിയാക്കി കടച്ചക്കയും മസാലയൊക്കെ ചേർത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളമയത്തിലാണ് കേട്ടോ ആക്കുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മൺചട്ടി ആയതുകൊണ്ട് നമ്മൾ അല്ലാണ്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും കേട്ടോ. പിന്നെ ഒരുപാട് മസാല ഒന്നും ചേർത്തിട്ടില്ല. നമ്മുടെ കടച്ചക്കയുടെ ആ ടേസ്റ്റ് അങ്ങ് വിട്ടുപോകരുത്. ഒത്തിരി മസാല ആയിട്ടുണ്ട്, ഭയങ്കര ഒരു മസാല കുത്തായിരിക്കും. അതുകൊണ്ട് ചെറുതായിട്ട് മസാല ആക്കിയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് വാർത്താൽ മാത്രം മതി. അപ്പോൾ ഏകദേശം നമ്മുടെ കറിയും കാര്യങ്ങളും വെള്ളവും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. വെള്ളം പിന്നെ ഞാൻ നേരത്തെ തിളപ്പിച്ചിട്ട്, കാരണം ഇത് കുപ്പിയിലാക്കുമ്പോഴത്തേക്കിനും തണുക്കണമല്ലോ. നേരത്തെ ഞാൻ ചെറിയ ചൂടിന് ഇങ്ങനെ വെള്ളം കുപ്പിയിലാക്കുമായിരുന്നു കേട്ടോ. അപ്പം എന്നോട് ഒത്തിരി പേര് പറഞ്ഞു അങ്ങനെ ഒഴിക്കരുത് ഒരിക്കലും ചൂടുവെള്ളം, നന്നായിട്ട് തണുത്തിട്ട് ഒഴിക്കാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം എണീറ്റ് വരുന്നതേ ഒരു കലത്തിലേക്ക് കഞ്ഞിക്കും വെക്കും, പിന്നെ ഇപ്പറേ നമ്മൾ കുടിവെള്ളവും വെക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്നത്തെയും പോലെ ചോറ്റുപാത്രമൊക്കെ എടുത്തൊന്ന് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നും കഴുകുന്നതാണ്. വൈകിട്ട് സ്കൂൾ വിട്ട് വന്ന് കഴിയുമ്പോഴേ കഴുകിയൊക്കെ വെക്കും. എന്നാലും രാവിലെ ഒന്നുകൂടെ സോപ്പൊക്കെ ഇട്ടൊന്ന് വൃത്തിക്ക് കഴുകും. പിന്നെ പിള്ളേർക്ക് ചോറാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മെഴുക്കുരട്ടിയും ചമ്മന്തിയൊക്കെ എടുത്ത് ചോറൊക്കെ കൊടുത്തു. ആ സമയത്ത് മാത്രം ഞാൻ കുറച്ച് നേരം ഒന്ന് കാർട്ടൂണൊക്കെ കാണാൻ സമ്മതിക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഉണ്ടല്ലോ ചോറുണ്ണത്തേ ഇല്ലെങ്കിൽ അങ്ങോട്ടും ഓടിയും പാഞ്ഞൊക്കെ നടക്കും. കാർട്ടൂണൊക്കെ കണ്ടിങ്ങനെ സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ വാരി കൊടുക്കുമ്പോൾ അതങ്ങ് കഴിച്ചോളും കേട്ടോ. പിന്നെ രാവിലെ എന്തെങ്കിലും കഴിക്കാതെ പോയ പിള്ളേർ അവിടെ ചെല്ലുമ്പോഴത്തേക്കിന് ക്ഷീണമായിരിക്കുമോ വിശക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളൊരു ആദ്യം ഒരു വശം. പിന്നെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പിള്ളേർക്കും ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിപ്പിച്ചേ വിട്ടേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സമയത്ത് മാത്രം കാർട്ടൂണൊക്കെ വെച്ച് കൊടുക്കും കേട്ടോ. അങ്ങനെ പിന്നെ പിള്ളേരെയും കുളിപ്പിച്ചു, അവരെ ഒരുക്കി ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ട് ഞാനും പോയി ഒന്ന് കുളിച്ചു. വേറെ ഒന്നുമല്ല, കുഞ്ഞാപ്പിക്ക് കുളിക്കാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. ഇന്ന് തണുപ്പൂടൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ചൂടുവെള്ളത്തിലാണ് കുളിപ്പിച്ച്. എന്നാലും അവനൊരു കാര്യം ചെയ്തു, ഞാൻ കുളിപ്പിച്ച് ആ ദേഷ്യത്തിന് ഒരു കപ്പിൽ വെള്ളം കോരി എൻ്റെ മേത്തോട്ടം ഒഴിച്ചു. അപ്പോൾ എൻ്റെ പാവാടയും ഒക്കെ ഡ്രസ്സും ഒക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനിവിടെ കുളിച്ചേക്കാന്ന്. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് മേക്കപ്പ് ഇട്ട് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും സ്കൂൾ വണ്ടി മേളിലോട്ട് പോയി കേട്ടോ. കുറച്ച് സമയം പോയി. ഞാൻ കുളിക്കാൻ പോയത് കൊണ്ട് എൻ്റെ കുളി കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ് താനും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വണ്ടി വന്ന് അവിടെ നിന്ന് ചേട്ടൻ ഓൺ അടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിച്ചെന്നത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഓടി പിടിപെടുത്ത് വണ്ടിയെ കയറ്റി വിടുകയാണ് കേട്ടോ ചെയ്തത്. ഭാഗ്യത്തിന് പിള്ളേരുടെ കാര്യമൊക്കെ കഴിഞ്ഞായിരുന്നു. ഇറങ്ങി ചെന്നാൽ മാത്രം മതിയായിരുന്നു. എന്നാലും അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കാനുള്ളൊരു ടൈമൊന്നും കിട്ടിയില്ല കേട്ടോ. അങ്ങനെ അവർ സ്കൂളിൽ പോയി. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് കഴുകാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വാഷിംഗ് മെഷീനകത്തേക്ക് ഇട്ടു. കഴുകിയതൊക്കെ ഡ്രയറിലിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കൊണ്ട് ഇതെല്ലാം ഒന്ന് വിരിക്കാനായിട്ട് പോവുകയാണ്. പിള്ളേർ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ മിറ്റോടിയൊക്കെ. ഇപ്പം നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. രാവിലെ എണീറ്റ ഉടനെ വെളുപ്പം നമ്മുടെ പഴയ വീഡിയോസൊക്കെ കണ്ടറിയാം. രാവിലെ എണീറ്റ ഉടനെ മിറ്റടിക്കാൻ ഇറങ്ങും കേട്ടോ. രാത്രി ആണെങ്കിൽ തന്നെ
എന്ന് പറഞ്ഞാൽ ഇരുളിമയൊക്കെ ഉണ്ടെങ്കിലും രാവിലെ തന്നെ മിറ്റടിക്കാൻ ഇറങ്ങുമായിരുന്നു. അന്നേരം ഇപ്പം മഴയില്ലല്ലോ, നല്ല വെയിലുള്ള കാലാവസ്ഥയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങനെ പേടിക്കാനും ഇല്ല. ഇപ്പോഴാണെങ്കിൽ മഴയും തൂളം മഴയൊക്കെ ഉള്ളതുകൊണ്ട് എണീറ്റപടി നമ്മൾ മിറ്റടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല കഫക്കെട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. നല്ല കോടയുണ്ട് കേട്ടോ രാവിലെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പിള്ളേരൊക്കെ പോയി കഴിഞ്ഞ് സൂര്യനൊക്കെ ഒന്ന് ഉദിച്ച് കഴിഞ്ഞിട്ടാണ് മിറ്റടിക്കുന്നത്. പിന്നെ ഇന്നിപ്പോൾ റോഡൊക്കെ കണ്ടറിയാൻ കാര്യമായിട്ടുള്ള ചപ്പ് ചവറ് കാര്യങ്ങളൊന്നുമില്ല. അവിടെ ഇവിടെ 1-2 കരിയിലൊക്കെ ഉള്ളൂ കേട്ടോ. അത് പിന്നെ അങ്ങ് എടുത്ത് കളഞ്ഞാലും മതി. അങ്ങനെ ആ തുണിയൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്. ഒരു സെക്ഷൻ ഇനി വാഷിംഗ് മെഷീനിൽ കിടക്കാണ്, അത് അടുത്ത സെക്ഷൻ വിരിക്കണം കേട്ടോ. എന്നെങ്കിലും നന്നായിട്ടൊന്ന് വെയിൽ തെളിയായിരുന്നെങ്കിൽ ഞാൻ കഴുകിയൊക്കെ ഇട്ടിരുന്ന അബിയുടെയും കുഞ്ഞാപ്പിയുടെയും സ്കൂൾ ബാഗൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടിയേനെ. വെയിൽ തെളിയുന്നുണ്ട്, പക്ഷേ വെയിലിൽ അങ്ങനെ കാര്യമായിട്ടുള്ള ചൂട് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തുണിയൊക്കെ ഉണങ്ങി കിട്ടാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ അവർ പഠിക്കാനിരിക്കുന്ന പായൊക്കെ ഒന്ന് കഴുകി വിരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. ബാഗൊക്കെ അപ്പടി ചെളി പിടിച്ചായിരുന്നു. ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ വലിച്ചുകൊണ്ടൊക്കെ നടക്കുക. അപ്പോൾ അതുകൊണ്ട് പിന്നെ 2 പേരുടെയും കഴിഞ്ഞ കൊല്ലത്തെ ബാഗ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞാപ്പിക്ക് നമ്മൾ കഴിഞ്ഞ കൊല്ലവും ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അബി സ്കൂളിൽ പോകുമ്പോഴത്തേക്കിനും കുഞ്ഞാപ്പിക്ക് ബാഗിലെ കുഞ്ഞാപ്പി കിടന്ന് വഴക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 2 പേർക്കും ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ന് കൊടുത്തു വിട്ടിട്ട് നമ്മുടെ പുത്തൻ ബാഗൊക്കെ കഴുകിയൊക്കെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ഈ 2-3 മുളക് നന്നായിട്ട് പഴുത്ത് വന്നിട്ടുണ്ട്. ഇതിലും നന്നായിട്ട് പഴുത്ത് 1-2 നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അത് പക്ഷേ ഞാൻ ഇന്ന് രാവിലെ വന്ന് നോക്കിയപ്പോഴത്തേക്കിനും അത് കാണാനില്ല. ഇന്നലെ വൈകിട്ട് നോക്കിയപ്പോൾ ഉണ്ടായിരുന്നു. കിളി എങ്ങാണ്ട് കൊത്തിയതാന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് തോന്നി പഴുത്ത് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന വല്ല കാക്കയും കിളിയൊക്കെ കൊത്തിക്കൊണ്ട് പോയാലോ എന്ന് വിചാരിച്ച് ഞാൻ ഉള്ളത് പറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് 1-2 പാകാനായിട്ട് എടുത്ത് മാറ്റി വെക്കണം കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലുണ്ടായിരുന്നു പോയി. പിന്നെ ഇവിടുത്തേത് കൂട്ടും 1-2 എടുത്ത് വെച്ചില്ലെങ്കിൽ ഈ ടൈപ്പ് മുളക് നമുക്കിനി കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പിന്നെ അതൊക്കെ എടുത്ത് വെച്ചു. അതിന് ശേഷം വന്നിട്ട് ആ മുറ്റടിക്കണം. മുറ്റത്തും കാര്യമായിട്ടുള്ള ചപ്പൊന്നും ഇല്ല, എന്നാലും അങ്ങ് അടിച്ച് വൃത്തിയാക്കി ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്നത്തെയും പോലെ കുറച്ച് പാത്രം ഉണ്ടായിരുന്നൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട്. അധികമൊന്നുമില്ല, കുറച്ച് മാത്രം. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി പറക്കിയൊക്കെ വെച്ച് നമ്മുടെ ഏകദേശം ഇന്നത്തെ പരിപാടികൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. രാവിലത്തെ കേട്ടോ, ഇനിയുണ്ട് പണികൾ. അങ്ങനെ കിടക്കാണ്, അതിനൊരു അന്ത്യമില്ല. ഇനി ഉച്ചയ്ക്ക് ചോറൊക്കെ കൊണ്ടുകഴിയുമ്പോൾ ആ പാത്രം കഴുകണം, 4 മണിക്ക് കാപ്പി ഉണ്ടാക്കണം, വൈകിട്ട് പിന്നെ കറിയൊക്കെ ചൂടാക്കണം. എല്ലാം പണികളാണ്. തൽക്കാലം അത്യാവശ്യം പണിയൊക്കെ തീർന്നു കേട്ടോ. അപ്പോഴേക്കും എന്താ ഏട്ടൻ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആൾ പിന്നെ കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് ഏട്ടയ്ക്ക് കാപ്പിയൊന്നും വേണ്ട. അപ്പം ആ പരിപാടിയും ലാഭം കേട്ടോ. ആൾ വന്ന പാടെ കയറി കിടക്കാണ്. വെളുപ്പിനേറ്റ് പോയതല്ലേ, കിടന്നുറങ്ങണം എന്നൊക്കെ പറഞ്ഞാണ് വന്നത് കേട്ടോ. ആൾക്ക് ഉറക്കമൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പിള്ളേരുള്ള സമയത്ത് ഏട്ടനെ കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കത്തേയില്ല കേട്ടോ. ചെവിക്ക് പോയി കിള്ളുക, പിന്നെ മേത്തൂടെയൊക്കെ കയറി ഇറങ്ങി നടക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പിള്ളേർ വരുന്നതിനിപ്പുറം കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞ ആൾ കിടക്കാണ്. എനിക്കിനി ഒരു കാര്യം കൂടി ചെയ്ത് വെക്കാനുണ്ട്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ഇങ്ങനെ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും ഞാൻ അതിനകത്ത് കണ്ടാണ് കേട്ടോ. നമ്മൾ സ്പ്രിങ്കിൾഡ് ഉപ്പ് വാങ്ങുമല്ലോ വീട്ടിലോട്ട്, അതിനകത്ത് അയഡിൻ്റെ കണ്ടൻറ്റ് ഭയങ്കര കൂടുതലുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നത് നമുക്ക് നല്ലതല്ല, തൈറോയിഡൊക്കെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും സൂപ്പർ കല്ലുപ്പാണെന്നാണ് കേട്ടോ കണ്ടത്. അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കിയായിട്ട് ഇങ്ങനെ തപ്പി പോയി കല്ലുപ്പ് എങ്ങനെയാണ് വൃത്തിയാക്കി എടുക്കുന്നതെന്നൊക്കെ ഉള്ളത് രീതിയിൽ. അപ്പം അതിനകത്ത് വീഡിയോയിൽ കണ്ട പോലെ കല്ലുപ്പ് ഇങ്ങനെ തിളപ്പിച്ച് ഉരുക്കി എടുത്ത് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മുതൽ നമുക്ക് കല്ലുപ്പ് മേടിക്കാം വീട്ടിലോട്ട്. സ്പ്രിങ്കിൾഡ് ഉപ്പ് അങ്ങ് ഒഴിവാക്കാം, എന്നിട്ട് ഇത് പോണൊക്കെ നമുക്ക് ഉരുക്കി സൂക്ഷിക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ അതിനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പം കല്ലുപ്പൊക്കെ മേടിപ്പിച്ച് വെള്ളമൊക്കെ ചൂടാക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുകയാണ്, കല്ലുപ്പിട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ഉപ്പ് വെള്ളത്തിൽ എന്തോരം ലയിക്കുന്നോ അത്രേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. കുറച്ച് കൂടി പോയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് അത് ഉരുകാതെ ഇങ്ങനെ കിടക്കും. എന്നിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഉരുക്കി ഇതുപോലെ എടുക്കാം. അല്ലെങ്കിൽ അത് നമ്മൾ കുറേ ഉപ്പിട്ടിട്ട് തിളപ്പിച്ച് ഇങ്ങനെ നന്നായിട്ട് തിളപ്പിച്ചിട്ട് അത് ഊറ്റിക്കളഞ്ഞിട്ട് ഒരു 2 വെള്ളം മാറിയിട്ട് നമുക്ക് ആ ഉപ്പ് ചട്ടിയിലിട്ട് ഇങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് വേണേലും സ്പ്രിങ്കിൾഡ് ഉപ്പാക്കി എടുക്കുക വേണേൽ ചെയ്യാം. എങ്ങനെ വേണേൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഉരുക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെള്ളമൊക്കെ തിളപ്പിച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അകത്തുനിന്ന് നന്നായിട്ട് ചെളി പോലെ ഇങ്ങനെ ഇളകി വരുന്നുണ്ടായിരുന്നു, പാട പോലെയൊക്കെ തിരിഞ്ഞ്. അപ്പം നന്നായിട്ട് 2-3 മിനിറ്റ് അല്ല, ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും നന്നായിട്ട് തിളച്ച് അതിൻ്റെ ഇമ്പ്യൂരിറ്റീസൊക്കെ നന്നായിട്ട് അടിയിലേക്ക് ഇങ്ങനെ ഊറിക്കിടപ്പുണ്ടായിരുന്നു. അപ്പം നല്ല തെളിഞ്ഞ ഉപ്പുനീര് ഊറ്റി ഭരണിയിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഓർത്ത്, അയ്യോ ഞാൻ കാണിച്ചു തന്നില്ലല്ലോ എന്നൊക്കെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെളിയൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിനുള്ളത്. അപ്പോൾ കുറച്ചുണ്ട്, അത് വേറൊരു പാത്രത്തിലേക്ക് ആക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം തന്നെ ഇതിനകത്ത് കണ്ടോ അത്യാവശ്യം ചെളിയൊക്കെ ഇല്ലേ. അപ്പോൾ അതൊക്കെ കളഞ്ഞ് നന്നായിട്ട് അരിച്ചതായി എടുത്തിട്ടുണ്ട്. നല്ല തെളിഞ്ഞ ഉപ്പ് നീര് കേട്ടോ.
ഇങ്ങനെ നമ്മൾ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തുന്നതാണ് നല്ലതെന്നാണ് പറയപ്പെടുന്നത്. എന്നാലും ഇപ്പോൾ എല്ലാവരും സ്പ്രിങ്കിൾഡ് ഉപ്പൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇങ്ങനെയും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇനി മുതൽ കല്ലുപ്പ് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. എല്ലാം നമുക്കങ്ങനെ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല ഇപ്പോഴത്തെ നമ്മുടെ ഒരു ജീവിത ശൈലിയൊക്കെ വെച്ചിട്ടേ. എന്നാലും പറ്റുന്ന പോലെ അങ്ങ് നോക്കാമല്ലോ. അപ്പോൾ ആ ഉപ്പൊക്കെ ഉരുക്കി തെളി ഊറ്റിയതിന് ശേഷമുള്ള ഭാഗമാണ് കേട്ടോ ഇത്. നല്ല പോലെ ചെളിയുണ്ട്. ഇതൊന്ന് സൈഡ് ചെരിച്ച് ഞാൻ കാണിച്ചു തരാം. എന്നാലാണ് അതിൻ്റെ ഒരു ഒക്കെ ഉണ്ടാകും നല്ല ഡാർക്ക് ഷെയ്ഡിൽ നല്ലപോലെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. അപ്പോൾ എല്ലാം നല്ലപോലെ ഇതുപോലെ ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ കല്ലുപ്പാണ് മേടിക്കുന്നതെങ്കിൽ. സ്പ്രിങ്കിൾഡ് ആണെങ്കിൽ ഇത്രയും അഴുക്കൊന്നും കാണത്തില്ല, കാരണം അത് ഓൾറെഡി പ്രോസസ്സ് ചെയ്തൊക്കെ അല്ലേ വരുന്നത്. പിന്നെ അതിനകത്ത് കല്ലുപ്പിനകത്ത് ഇങ്ങനെ ഫംഗൽ ബാധയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം കല്ലുപ്പ് ഉപയോഗിക്കുമ്പം ഇതുപോലെ തെളി ഊറ്റി ഉരുക്കി ഉപയോഗിക്കാം. അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് കല്ലുപ്പ് നന്നായിട്ടൊന്ന് അതിൻ്റെ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ കളഞ്ഞിട്ട് ചട്ടിയിലിട്ട് ചൂടാക്കി ഞാൻ പറഞ്ഞ പോലെ പൊടിച്ചെടുത്താൽ സ്പ്രിങ്കിൾഡ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നല്ല അയഡിൻ കണ്ടൻറ്റൊക്കെ കുറഞ്ഞിട്ടുള്ള നല്ല ഉപ്പാക്കി റെഡിയാക്കി എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. പൊടിയുപ്പ് വേണ്ടവർക്ക് അങ്ങനെ ആക്കാം. അപ്പം അയഡിൻ്റെ കണ്ടൻറ്റൊക്കെ കുറേ അയഡിൻ കണ്ടൻറ്റൊക്കെ കൂടിയിട്ടുണ്ട്, തൈറോയിഡൊക്കെ വരുമെന്ന് പറയപ്പെടുന്നു. എനിക്കിൻ്റെ യഥാർത്ഥ വശവും ഇതിനെപ്പറ്റി സ്റ്റഡിയൊന്നും ഞാൻ നടത്തിയിട്ടില്ല കേട്ടോ. ഞാൻ കേട്ട അറിവ് വെച്ചിട്ട് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് വെറുതെ ഒന്നിരിക്കാമല്ലോ എന്ന് വിചാരിച്ച് വന്നപ്പോഴത്തേക്കിന് എന്താ മഴ ചെറുതായിട്ട് പൊടിയാനൊക്കെ തുടങ്ങി. പിന്നെ വിരിച്ച തുണി ഓടി വന്ന് അതേപടി എടുത്ത് പറക്കി എല്ലാം വെച്ച് കേട്ടോ. ഇനിയിപ്പോൾ അത് നമുക്ക് വെയിൽ തെളിഞ്ഞാൽ വിരിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ചാരത്തിലോട്ടിടാം. അത് കഴിഞ്ഞ് എന്നത്തെയും പോലെ വന്നിട്ട് പെരക്കാകമൊക്കെ ഒന്ന് തൂത്ത് വാരുന്നുണ്ട്. വലിയ കാര്യമായിട്ടുള്ള ചപ്പം പൊടിയൊന്നും ഇല്ല, കുറച്ച് പേപ്പർ മാത്രമേ ഉള്ളൂ ഈ പിള്ളേർ കളിക്കുമ്പോഴത്തേക്ക് കേട്ടോ. കണ്ടോ ഇപ്പോൾ തന്നെ നന്നായിട്ട് ഇരുണ്ട് മൂടിയൊക്കെയാണ് പ്രകൃതി നിൽക്കുന്നത്. തുണിയൊക്കെ വിരിക്കാനുള്ള ആ സൈഡിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ തിണ്ണയും പെരയും എല്ലാം ഒന്ന് അടിച്ചു വാരിയൊക്കെ ഇട്ടു. നമ്മുടെ അത്യാവശ്യം പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് നേരം ഒന്ന് കിടക്കാമെന്നൊക്കെ വിചാരിക്കുകയാണ്. ഉറങ്ങാനായിട്ട് പോവുകയാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീണ്ടും വേണം.